ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ഇന്നലെ നക്ഷത്രങ്ങളും നക്ഷത്രനാഥന്മാരെ പറ്റിയൊക്കെ പഠിച്ചു. നക്ഷത്രനാഥന്മാരെന്ന് പറഞ്ഞാൽ, അതായത് നക്ഷത്രങ്ങളെ, ആകാശത്തുള്ള 27 നക്ഷത്ര സമൂഹങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതിൻ്റെ പേരാണ് നമ്മൾ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്തരം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, ഉത്തരട്ടാതി, രേവതി എന്നിവ. ഇവയൊക്കെ 27 നക്ഷത്രങ്ങൾ 9 ഗ്രഹങ്ങൾ വഴിയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. 27 നക്ഷത്രങ്ങൾ 9 ഗ്രഹങ്ങൾ വഴിയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. ഈ 9 ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ സ്വാധീനിക്കാറില്ല. നമ്മളിൽ 120 വർഷം ജീവിച്ചിരിക്കുമെന്നാണ് കണക്ക്. അപ്പോൾ ആ 120 വർഷത്തിൽ കേതു എന്ന ഗ്രഹമല്ലെങ്കിലും അതിനെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ട്. 9 നവഗ്രഹങ്ങളിൽ കേതുവിന് 7 വർഷവും, ശുക്രന് 20 വർഷവും, സൂര്യന് 6 വർഷവും, ചന്ദ്രന് 10 വർഷവും, ചൊവ്വയ്ക്ക് 7 വർഷവും, രാഹുവിന് 18 വർഷവും, വ്യാഴന് 16 വർഷവും, ശനിക്ക് 19 വർഷവും, ബുധന് 17 വർഷവും നമ്മളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്ര ഗ്രഹങ്ങളെ, ഈ 27 നക്ഷത്രങ്ങളാണല്ലോ. അപ്പോൾ 3 നക്ഷത്രങ്ങളാണ് ഒരു ഗ്രഹത്തിലേക്ക്, ഒരു ഗ്രഹം വഴി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഒരു ഗ്രഹം 3 നക്ഷത്രത്തിൻ്റെ നാഥനായിട്ട് വരും. ഒരു ഗ്രഹം 3 നക്ഷത്രത്തിൻ്റെ നാഥനായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അശ്വതി തൊട്ട് 27 നക്ഷത്രങ്ങളെ 9ആയി പിരിച്ചിട്ട് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ എഴുതിയിട്ട്, മകം, പൂരം, ഉത്തരം, അത്തം, ചിത്തിര, ചോതി, വിശാഖ, അനിഴം, കേട്ട, മൂലം, അനിഴം, കേട്ട രണ്ടാമത്തെ ഗ്രൂപ്പും, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, ഉത്തരട്ടാതി, രേവതി എന്ന് മൂന്നാമത്തെ ഗ്രൂപ്പ് എഴുതി കഴിഞ്ഞാൽ 9, 9, 9ആയി. അപ്പോൾ ഇതിൽ അടുത്തത് ഈ ലൈനിൽ തന്നെ കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴൻ, ശനി, ബുധൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ നക്ഷത്രനാഥന്മാരെ നമുക്ക് അപ്പം തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ നക്ഷത്രന്മാർക്ക് എത്ര വർഷമുണ്ടെന്നുള്ളതും ഈ അടുത്ത ലൈനിൽ എഴുതി വെച്ചാൽ മതി. അതായത് കേതുവിന് 7 വർഷം, ശുക്രന് 20 വർഷം, സൂര്യന് 6 വർഷം, ചന്ദ്രന് 10 വർഷം, പിന്നെ ചൊവ്വയ്ക്ക് 7 വർഷം, രാഹുവിന് 18 വർഷം, വ്യാഴന് 16 വർഷം, ശനിക്ക് 19 വർഷം, ബുധന് 17 വർഷം. അപ്പോൾ ഇങ്ങനെ നക്ഷത്രനാഥന്മാരും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ചിലപ്പോഴത്തെ ഗർഭശിഷ്ടം ചൊവ്വാദശിയിൽ 10 നാഴിക പോയി ബാക്കിയുള്ള സമയം എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കാറുണ്ട്. ചൊവ്വാദശിയിൽ 7 വർഷം കഴിഞ്ഞു, അല്ല ചൊവ്വാദശയിൽ 2 വർഷം കഴിഞ്ഞോന്നോ, ചൊവ്വാദശയിൽ ബാക്കി ശിഷ്ടം എന്നൊക്കെ പറയും. ചൊവ്വാദശയിൽ ശിഷ്ടം 4 വർഷം 3 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ജാതകത്തിൽ എഴുതി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ജാതകത്തിൽ ശുക്രദശയിൽ ശിഷ്ടദശ, അതായത് ശിഷ്ടദശ ശുക്രനിൽ 10 വർഷം എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. ചില ജാതകത്തിൽ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കാം. അതായത് ഒരു നക്ഷത്രം ഉദിക്കുന്നത് സൂര്യൻ രാവിലെ ഉദിക്കുന്നത് പോലെ 6 മണിക്കല്ല. ഒരു നക്ഷത്രം ഉദിക്കുന്നത് പകൽ എപ്പോൾ വേണമെങ്കിലും ഉദിക്കാം. പകലോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ആ നക്ഷത്രം ഉദിക്കാം. ആ നക്ഷത്രം ഉദിക്കുന്ന സമയമാണ് നമ്മൾ നോക്കേണ്ടത്. ആ നക്ഷത്രം ഉദിക്കുന്നത് ഒരു രാവിലെ ഒരു 11 മണിക്ക് ഇന്നൊരു നക്ഷത്രം, തിരുവാതിര നക്ഷത്രം 11 മണിക്കാണ് ഉദിച്ചത് എന്ന് കരുതുക. ആ തിരുവാതിര നക്ഷത്രം അടുത്ത ദിവസം 11 മണിക്ക് അസ്തമിക്കും. രാവിലെ 6 മണിക്ക് ഉദിക്കുന്ന സൂര്യൻ വൈകുന്നേരം 6 മണിക്കാണല്ലോ അസ്തമിക്കുന്നത്. അതുപോലെ തന്നെ 11 മണിക്ക് ഉദിക്കുന്ന സൂര്യൻ നക്ഷത്രം അടുത്ത ദിവസം 11 മണിക്ക് അസ്തമിക്കും. അപ്പോൾ അങ്ങനെ 24 മണിക്കൂറായി. അപ്പോൾ 24 മണിക്കൂർ ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. അപ്പോൾ ഈ 24 മണിക്കൂറിനകത്ത് ഒരു കുട്ടി രാവിലെ ഒരു പകൽ അല്ലെങ്കിൽ ഒരു 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്കാണ് ആ കുട്ടി ജനിക്കുന്നതെന്ന് കരുതുക. പകൽ 7 മണിക്കാണ് ജനിക്കുക. അപ്പോൾ ആ നക്ഷത്രം ഉദിച്ച ശേഷം 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. നക്ഷത്രം പകൽ 11 മണിക്കാണ് ഉദിക്കുന്നത്.
അപ്പോൾ ഈ കുട്ടി ജനിച്ചതോ രാവിലെ 8 മണിക്കാണ്. കുട്ടി ജനിച്ചത് പകല് 7 മണിക്കാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. പകല് 7 മണിക്കാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അന്ന് നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൽ പകല് 11 മണിക്കാണ് തിരുവാതിര നക്ഷത്രം ഉദിച്ചിരിക്കുന്നത്. 11 മണിക്ക്. ഈ കുട്ടി ജനിച്ചതോ അന്ന് പകല് കഴിഞ്ഞു വൈകുന്നേരം 7 മണിക്കാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തിരുവാതിര നക്ഷത്രം ഉദിച്ച ശേഷം 7 1 8 മണിക്കൂർ കഴിഞ്ഞാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇനി എത്ര മണിക്കൂറുണ്ട്? ഇനി 16 മണിക്കൂറും കൂടെ ഉണ്ടല്ലോ, 24 മണിക്കൂറല്ലേ. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആരാണ്? രാഹു. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണല്ലോ. രാഹുവിന് എത്ര വർഷമുണ്ട്? 18 വർഷം. രാഹുവിന് 18 വർഷം. പക്ഷേ ഈ കുട്ടി ജനിച്ചത് എപ്പോഴാണ്? സൂര്യൻ തിരുവാതിര നക്ഷത്രം ഉദിച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 18 വർഷവും മുഴുവനും സ്വാധീനം ഉണ്ടാവില്ല. അപ്പോൾ 24-ൽ 8 കഴിഞ്ഞു. മിച്ചം എത്ര? 24-ൽ 16. അപ്പോൾ 24 മണിക്കൂറിൽ ഇനി 16 മണിക്കൂറല്ലേ ഈ തിരുവാതിര നക്ഷത്രം ഉള്ളൂ. അപ്പോൾ ആകാശത്തിന് 16 നക്ഷത്രം ഉദിച്ചിരിക്കുന്നത് ഇനി 16 മണിക്കൂറല്ലേ. ആ 16 മണിക്കൂർ മാത്രമേ തിരുവാതിര നക്ഷത്രത്തിൻ്റെ സ്വാധീനം ഈ രാഹുവിൽ വരുള്ളൂ. രാഹുവിൽ വന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ മിച്ചം എത്രയാണ്? 16 മണിക്കൂർ. 24-ന് 16. അപ്പോൾ മൊത്തം രാഹുദശ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം 11 മണിക്കാണ്. അന്ന് തിരുവാതിര നക്ഷത്രം എന്നാണ് കലണ്ടറിൽ കണ്ടിട്ടുള്ളത്. കലണ്ടറിൽ തിരുവാതിര നക്ഷത്രം ഉദിക്കുന്നത് 11 മണിക്ക്, രാവിലെ 11 മണിക്ക് എന്നാണ്. അപ്പോൾ 11 മണിക്ക് തിരുവാതിര നക്ഷത്രം ഉദിക്കുമ്പോൾ അസ്തമിക്കുന്ന അടുത്ത ദിവസം 11 മണിക്കാണ്. മൊത്തം 24 മണിക്കൂറാണ്. രാഹുദശ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് തിരുവാതിര നക്ഷത്രം നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് രാഹു ഗ്രഹം വഴിയാണ്. രാഹുവിൻ്റെ ഗ്രഹത്തിൻ്റെ ദശയ്ക്ക് നമുക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത് 18 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചിരിക്കുന്നത് തിരുവാതിര നക്ഷത്രം ഉദിച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. മിച്ചമുള്ളത് 16 മണിക്കൂറാണ്. അപ്പോൾ രാഹുദശയിൽ 18 വർഷത്തിൽ ആദ്യത്തെ 1/3 ഭാഗം കഴിഞ്ഞു. മിച്ചമുള്ള 12 മണിക്കൂർ, അതായത് മിച്ചമുള്ള 16 മണിക്കൂർ, അതായത് 2/3 ഭാഗം, അതായത് മണിക്കൂർ സൂര്യൻ തിരുവാതിര നക്ഷത്രം ഉദിച്ച് അസ്തമിക്കുന്നത് 1/3 ഉദിച്ച് കഴിഞ്ഞു, 1/3 ഉദിച്ച് വന്നു കഴിഞ്ഞു. ബാക്കിയുള്ള 2/3 ഭാഗം, അതായത് 24 മണിക്കൂറിൽ 16 മണിക്കൂർ. അതേസമയത്ത് രാഹുദശ, അതായത് അത് നമ്മൾ സ്വാധീനം ചെലുത്തുന്ന രാഹുദശയ്ക്ക് 18 മണിക്കൂറാണ്. അതിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടി സൂര്യൻ തിരുവാതിര നക്ഷത്രം ഉദിച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അത് കാരണം രാഹുദശയുടെ സ്വാധീനം മിച്ചമുള്ള 16 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 24-ൽ 16 മണിക്കൂർ, അതായത് നമുക്ക് 18 വർഷത്തിൽ 12 വർഷമാണ് രാഹുദശ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാകും ശിഷ്ടദശ രാഹുദശയിൽ 12 വർഷം. അത് 7 മണിക്ക് ജനിച്ചതുകൊണ്ടാണ് നമ്മൾ 12 വർഷം എന്ന് പറയുന്നത്. ചിലപ്പോൾ 7:10-നോ 8 മണിക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 12 വർഷം, 2 മാസം, ഇത്ര നാൾ, ഇത്ര നാഴിക, ഇത്ര വിനാഴിക എന്നൊക്കെ അത് നമുക്ക് കണക്കനുസരിച്ച് പിരിച്ച് എഴുതി വയ്ക്കാൻ പറ്റും. അതൊക്കെ ഒരു കണക്കുകളാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതാണ് ജാതകത്തിൻ്റെ ബാലപാഠം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കുട്ടിയുടെ ജാതകത്തിൽ രവി എവിടെ നിൽക്കുന്നു നമുക്ക് എഴുതാൻ പറ്റും, ലഗ്നം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് എഴുതാൻ പറ്റും, എന്ത് ദശയിലാണ് ജനിച്ചതെന്ന് എഴുതാൻ പറ്റും, ദശയിൽ ബാക്കി എത്രയാണ് എന്നുള്ള കൂടി നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള കോളങ്ങൾ എന്ത് ചെയ്യും? അത് നമുക്ക് കലണ്ടറിൽ തന്നെ നോക്കണം, അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ തന്നെ നോക്കണം. നമ്മളൊരു കലണ്ടർ എടുത്താൽ, മലയാള മനോരമ കലണ്ടർ എടുത്താൽ ആ 1-ാം തീയതി ആദ്യം ഈ 12 ഘട്ടമുള്ള ഒരു കോളത്തിനകത്ത് ഈ 12 ഘട്ടം എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് മേടമാസം
ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഏതൊക്കെ രാശിയിലാണ് നിൽക്കുന്നതെന്നും ഏത് ദിവസമാണ് ആ രാശി മാറി അടുത്ത രാശിയിലേക്ക് പോകുന്നതെന്നും മറ്റേ കോളത്തിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി നമുക്ക് നമ്മുടെ ഈ ജാതകത്തിൽ എഴുതാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് ഈ 12 ഘട്ടങ്ങൾ നമ്മൾ പൂരിപ്പിക്കുക. 9 ഗ്രഹങ്ങളുടെയും എവിടേക്കാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ പൂരിപ്പിക്കാനായിട്ട് ഒന്നുകിൽ പഞ്ചാംഗം, അല്ലെങ്കിൽ ഈ മലയാള മനോരമ പോലത്തെ കലണ്ടറുകളിൽ ഒരു കോളത്തിനകത്ത് 12 ഘട്ടം വരച്ചിട്ട് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിൽ നടുവിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന ദിവസം ഇന്ന ഗ്രഹം ഇന്ന രാശിയിൽ നിന്നും ഇന്ന രാശിയിലേക്ക് മാറുമെന്ന്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ 12 രാശികളിൽ ഈ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഒരു ജാതകം എന്ന് പറയുന്നത്. ജാതകം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ജാതകത്തിൻ്റെ ബാലപാഠം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.